ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ലിങ്ക്ഡിനിൽ എങ്ങനെയാണ് പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ജോബ് അന്വേഷിക്കുന്ന ആൾക്കാർ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ലിങ്ക്ഡിനിൽ നമ്മുടെ പ്രൊഫൈൽ എങ്ങനെയാണ് നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റർ കോഴ്സിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുവാനും ഈ മേഖലയിലെ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാനുമായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ലിങ്ക്ഡിനിലേക്ക് ലോഗിൻ ചെയ്യുക. നമ്മുടെ അക്കൗണ്ട് ഓൾറെഡി നമ്മൾ ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ലോഗിൻ ചെയ്യുക. അതല്ലെങ്കിൽ പുതിയതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ദെൻ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ മീ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്, നമ്മുടെ പ്രൊഫൈൽ സെക്ഷനാണ്. അതിൽ വ്യൂ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നമ്മൾ ജോബ് അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളിവിടെ ഓപ്പൺ ടു എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയുടെ ഒക്കെ താഴെയായിട്ട് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഫൈൻഡിങ് എ ന്യൂ ജോബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ഏതൊക്കെ ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ ജോബ് ടൈറ്റിൽ എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ജോബിന്റെ ഓപ്ഷൻ എങ്ങനെയാണോ, ഓൺ സൈറ്റ് ആണോ, ഹൈബ്രിഡ് ആണോ, അല്ലെങ്കിൽ റിമോട്ട് ആണോ എന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെ ലൊക്കേഷനിൽ നമ്മൾ ജോബ് നോക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലൊക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ സ്റ്റാർട്ട് ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ആണ് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ കൊടുക്കുക. ദെൻ എംപ്ലോയ്മെന്റ് ടൈപ്സ് ഉണ്ട്, ഫുൾ ടൈം, പാർട്ട് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏതാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് വിസിബിലിറ്റി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. റിക്രൂട്ടേഴ്സ് ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ജോബ് ഹയർ ചെയ്യുന്ന അല്ലെങ്കിൽ ജോബ് റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊഫൈലിലേക്ക് മാത്രം നമ്മുടെ അക്കൗണ്ട് റീച്ച് ചെയ്യും. ഇതാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓൾ ലിങ്ക്ഡിൻ മെമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിനും നമ്മൾ പുതിയൊരു ജോബ് നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും വരിക. ദെൻ ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യം. ദെൻ നമുക്ക് പ്രൊഫൈൽ സെക്ഷൻസിലേക്ക് വരാം. അപ്പോൾ പ്രൊഫൈൽ സെക്ഷനിൽ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ബേസിക് ഇൻഫർമേഷൻസ് മുതൽ നമ്മുടെ പ്രൊഫഷണൽ ഇൻഫർമേഷൻസ് വരെ അപ്ഡേറ്റ് ചെയ്യാം. ബേസിക് ഇൻഫോയിലേക്ക് വരുന്ന സമയത്ത് നെയിം, ലാസ്റ്റ് നെയിം, അഡീഷണൽ നെയിം, അതേപോലെ തന്നെ പ്രൊനൗൺസ്, ദെൻ ഹെഡ്ലൈൻ. ഇത് നമ്മുടെ പ്രൊഫൈലിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്നൊരു പാർട്ടാണ്. അതായത് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് സീനിയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് അറ്റ് ട്രൈസോജോ ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ട്രെയിനർ അറ്റ് ട്രൈസോജോ ഡിജിറ്റൽ അക്കാദമി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ കറണ്ട് പൊസിഷൻ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, സീനിയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പുതിയ പൊസിഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഷോ കറണ്ട് കമ്പനി ഇൻ മൈ ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് നമുക്ക് ഇൻട്രോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ദെൻ ഇൻഡസ്ട്രി ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, നമ്മുടെ കൺട്രി, സിറ്റി, അതേപോലെ തന്നെ കോൺടാക്ട് ഇൻഫർമേഷൻസ്, അതിൽ നമുക്ക് പ്രൊഫൈൽ URL ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ കസ്റ്റം ആക്ഷൻ സെക്ഷനിൽ നമുക്കൊരു അഡീഷണൽ ലിങ്ക് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻട്രോയിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ നമുക്ക് പ്രൊഫൈൽ സെക്ഷൻസ് ആണ്. ആഡ് പ്രൊഫൈൽ സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിതിൽ കോർ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, നമ്മുടെ പൊസിഷൻസ്, കരിയർ ബ്രേക്ക് ഉണ്ടെങ്കിൽ അത്, ദെൻ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് പുറമെ നമുക്ക് റെക്കമെൻഡഡ് എന്ന് പറയുന്ന സെക്ഷൻസിലായിട്ട് ആഡ് ഫീച്ചേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫീച്ചേർഡ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മുടെ ലൈസൻസ്, സർട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാനും, നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ഏതൊക്കെയാണെന്നുള്ള അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ, ദെൻ കോഴ്സസ് എന്തൊക്കെയുണ്ട് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ആഡ് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് പുറമെ നമുക്ക് അഡീഷണൽ ഡീറ്റെയിൽസ് കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും വളണ്ടിയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, എന്തെങ്കിലും പാറ്റൻസ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഓണേഴ്സ് ആൻഡ് അവാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനിൽ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ലൈക്ക് അവാർഡ്സ് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓണർ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്കോർസ്, ടെസ്റ്റ് സ്കോർസ് അപ്ഡേറ്റ് ചെയ്യാനും, ലാംഗ്വേജസ് അപ്ഡേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഓർഗനൈസേഷൻസ് ആഡ് ചെയ്യാനും, കോഴ്സസ് ആഡ് ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ നമുക്ക് ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഇത് പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ
ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്രോപ്പറായിട്ട് റിക്രൂട്ടേഴ്സിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിന് പുറമെ നമ്മൾ സർവീസസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓപ്പൺ ടു ഓപ്ഷനിൽ നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ഏത് രീതിയിലാണോ ലിങ്ക്ഡിൻ ത്രൂ ജോബ് നോക്കുന്നത്, ജോബായിട്ടാണെങ്കിൽ ആ ഒരു രീതിയിൽ ഓപ്പൺ ടു ന്യൂ ജോബ് അല്ലെങ്കിൽ ലുക്കിംഗ് ഫോർ ന്യൂ ജോബ് എന്നുള്ളൊരു ഓപ്ഷൻ അപ്ഡേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഫ്രീലാൻസ് വർക്കൊക്കെ ആണെങ്കിൽ സർവീസ് പ്രൊവൈഡിങ് സർവീസസ് എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു രീതിയിൽ പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ പ്രൊഫൈൽ ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളിലേക്ക് അല്ലെങ്കിൽ റിക്രൂട്ടേഴ്സിലേക്ക് പ്രോപ്പറായിട്ട് റീച്ച് ചെയ്യും എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.